നമസ്തേ. അപ്പോൾ മത്തായിയുടെ പുസ്തകം 26-ാം അധ്യായത്തിൽ യേശു ഒരു കുഷ്ഠരോഗിയുടെ വീട്ടിലിരിക്കുമ്പോൾ ഒരു വേശ്യാസ്ത്രീ അവിടെ വന്നിട്ട് യേശുവിൻ്റെ പാദത്തിൽ 300 ധനാറ വിലയുള്ള സുഗന്ധദ്രവ്യങ്ങൾ പൂശിയിട്ട് പാദം അവളുടെ തലമുടി കൊണ്ട് തുടയ്ക്കും, എന്നിട്ട് കാൽപാദത്തിൽ ചുംബിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശിഷ്യന്മാർ കോപിക്കും. ശിഷ്യന്മാർ പറയും, ഇവനെന്ത് പണിയാണ് ചെയ്യുന്നത്, ഇവനറിയാൻ പാടില്ല ഏത് തരം സ്ത്രീയാണെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഇത്രയും വില കൂടിയ ഈ സുഗന്ധദ്രവ്യം എന്തിനാണ് ഇവൻ്റെ കാലിൽ കൊണ്ട് പൂശി അത് നശിപ്പിച്ചു കളയണം, അത് വിറ്റിട്ട് ആ കാശ് പാവങ്ങൾക്ക് കൊടുക്കാൻ ഇവൻ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിക്കും. കാരണം ഇതിനു മുമ്പ് യേശു ഒരു ധനികനോട് ഇങ്ങനെ പറയുന്നുണ്ട്. ലൂക്കായുടെ പുസ്തകം 18-ാം അധ്യായം 22-ാം വാക്യത്തിൽ, നിനക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്, നിനക്കുള്ള സമ്പാദ്യമെല്ലാം വിറ്റ് പണം പാവങ്ങൾക്ക് കൊടുത്ത് തിരികെ വന്ന് എന്നെ ഫോളോ ചെയ്യാൻ പറയുന്നത്, എങ്കിലേ നിനക്ക് നിത്യജീവൻ കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന യേശു എന്തുകൊണ്ട് ഇവിടെ ഈ പണം എൻ്റെ കാലിൽ കൊണ്ട് ചൊരിയാണ്ട് ഇത് വിറ്റിട്ട് ഈ കാശ് പാവങ്ങൾക്ക് കൊടുക്കാൻ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ശിഷ്യന്മാർ ചോദിക്കണം. ശിഷ്യന്മാർക്ക് മനസ്സിലായി യേശു പ്രകടനം. അപ്പോൾ യേശുവിൻ്റെ മറുപടി ഉണ്ട്, നിങ്ങൾ എന്തിനാ അവളെ വിഷമിപ്പിക്കുന്നു, അയ്യോ പാവം വേശ്യനെ എന്തിനാ വിഷമിപ്പിക്കണമെന്ന്, അവൾ ഈ ചെയ്ത നല്ല പ്രവൃത്തി എക്കാലവും സ്മരിക്കപ്പെടും, പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, ഞാനോ എപ്പോഴും ഉണ്ടായിരിക്കില്ല എന്ന് യേശു പറയുന്നുണ്ട്. പിന്നെ ഇക്കാര്യം എന്നും സ്മരിക്കപ്പെടും. നിങ്ങളെവിടെയൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നു അവിടെ ഇവളുടെ വിശേഷം ഈ വേശ്യയുടെ കഥയും കൂടി പറയണമെന്ന് പറയുന്നുണ്ട്. പിന്നെ യേശു മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അവളിത് ചെയ്തത് എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതായത് യഹൂദർക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഡെഡ് ബോഡി കുറേ സുഗന്ധദ്രവ്യം കൊണ്ടൊന്ന് പൂശും. കാരണം ഇവർ കുഴിച്ചു മൂടുകയല്ല ചെയ്യുന്നത്, ഇവർ ഒരു ഗുഹയിലൊക്കെ കൊണ്ട് വെക്കും, ശവക്കല്ലറയിൽ കൊണ്ട് വെക്കും. അപ്പോൾ സുഗന്ധദ്രവ്യം ഇടുമ്പോൾ മണമടിക്കില്ലല്ലോ, ശവം ചെയ്യുമല്ലോ, ചീഞ്ഞ മണമടിക്കില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്നെ ഒരുക്കണമെന്ന് പറയണം. പക്ഷേ ഇത് പെസഹ വ്യാഴാഴ്ചയുടെ 2 ദിവസം മുമ്പാണ്, അതായത് ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കണം. അപ്പോൾ ഇതിന് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം. എന്താണെന്ന് വെച്ചാൽ യേശുവിന് കുളിയിൽ നനയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന്. കാരണം ചൊവ്വാഴ്ച യേശുവിനെ ശവസംസ്കാരത്തിന് വേണ്ടി ഒരുക്കി, ബുധനാഴ്ച രാവിലെ യേശു കുളിച്ചിട്ടില്ല. കുളിച്ച് കഴിഞ്ഞാൽ ഈ ഒരുക്കങ്ങളൊക്കെ പോയില്ലേ, ശവസംസ്കാരത്തിന് വേണ്ടി ഒരുക്കിയത് വേറെ പോയി യേശു പറഞ്ഞ കള്ളമാവില്ലേ. അപ്പോൾ ബുധനാഴ്ച രാവിലെ കുളിച്ചിട്ടില്ല, വ്യാഴാഴ്ച രാവിലെ കുളിച്ചിട്ടില്ല, വെള്ളിയാഴ്ച രാവിലെ എന്തായാലും അറസ്റ്റിലായിരുന്നു, കുളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുളിയിൽ നനയൊന്നുമില്ലാത്ത വൃത്തികെട്ടവനായിരുന്നു യേശു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിശാചിൻ്റെ സ്വഭാവങ്ങളാണ് നമുക്ക് അശൗചം, ശുദ്ധിയില്ലായ്മ, അഴുക്ക് പെരുമാറ്റം, അതാണ് പിശാചിൻ്റെ ഒരു സ്വഭാവം. അതാണ് നമ്മൾ യേശുവിൽ കാണുന്നത്. പിന്നെ ഈ സംഭവത്തിന് ശേഷമാണ് അപ്പോൾ മുതൽ യൂദാസ് തീരുമാനിച്ചു ഇവനെ എങ്ങനെയെങ്കിലും യഹൂദർക്ക് കാണിച്ചു കൊടുക്കണം, അറസ്റ്റ് ചെയ്യണമെന്ന് യൂദാസ് തീരുമാനിച്ചു എന്ന് എഴുതി വെച്ചേക്കണേ. അപ്പോൾ യേശുവിൻ്റെ വാക്കിലും പ്രവൃത്തിയിലുള്ള പൊരുത്തക്കേടുകൊണ്ടാണ് യൂദാസ് യേശുവിനെതിരെ തിരിഞ്ഞത്. യേശുവിന് മനസ്സിലായി യൂദാസ് യേശുവിനെതിരെ തിരിഞ്ഞു. അതുകൊണ്ടാണ് അവസാനത്തെ സമയത്ത് യേശു അപ്പമെടുത്ത് യൂദാസിന് കൊടുത്തത്. വേറെ ആർക്കെങ്കിലും കൊടുക്കായിരുന്നല്ലോ, എന്തുകൊണ്ട് യൂദാസ്, വൈ ജൂഡസ്? അതിൻ്റെ കാരണം ഇതാണ്. കാരണം യൂദാസിന് യേശുവിൻ്റെ തട്ടിപ്പ് ഏറെക്കുറെ മനസ്സിലാക്കിയിരുന്ന ആളാണ് യൂദാസ്. അതുകൊണ്ടാണ് യൂദാസിനെ തന്നെ പ്രോസസ് ചെയ്തിട്ട് യൂദാസിനപ്പോൾ പിന്നീട് ആത്മഹത്യ ചെയ്യുകയുള്ളൂ. ഇവൻ ജനിക്കാതിരുന്നിരുന്നെങ്കിൽ അതാകുമായിരുന്നു കൂടുതൽ നല്ലതെന്ന് പറയുന്നതും യേശുവാണ്. യൂദാസ് കെട്ടിത്തൂങ്ങി മരിക്കുന്നുണ്ട് അതിനുശേഷം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി. ഒത്തിരി വിഷയങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആലോചിച്ച് അത് മനസ്സിലാക്കി എടുക്കുക. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.